കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാത്ഭുതങ്ങളും അതുപോലെ ഭഗവാന്റെ പരമഭക്തരായിട്ടുള്ള ആൾക്കാരെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും കൂടെയാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അദ്വൈതാനന്ദപുരി ഇന്ന് നമുക്ക് ഈ ചാനലിലൂടെ പരിചയപ്പെടാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. ഇതെല്ലാം ഞാൻ സഹിച്ചു. എൻ്റെ കുടുംബത്തിൽപ്പെട്ട മറ്റാർക്കും ഈ ദുരിതങ്ങളൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. കാരണം അവർക്കാർക്കും സന്യാസയോഗമില്ല. ഇല്ല, സത്യം. സന്യാസയോഗമുള്ളവനല്ലേ ഭഗവാൻ പരീക്ഷണമാകുന്ന വറചട്ടിയിലിട്ട് വറുക്കത്തുള്ളൂ. അതെ, സന്യാസ യോഗം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, സർവ്വതും ത്യജിക്കുന്ന യോഗം. അതെ, ആ യോഗം അങ്ങേക്ക് ഭഗവാൻ എഴുതി ഇങ്ങോട്ട് വിട്ടതാണ് ഈ ജന്മത്തിൽ. അപ്പോൾ ആ യോഗത്തിൻ്റെ ഭാഗം. പക്ഷേ ഈ സന്യാസയോഗം ആർക്കും ഇടരുത് എന്ന് പ്രാർത്ഥിക്കാനാണ് നമുക്ക് തോന്നുന്നത്. അത്രയ്ക്കാണ് സാറേ ദുരിതം. അല്ല, മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ആളുകൾ പറയും. ഇപ്പം കുറേ വർഷങ്ങളായിട്ട് അതെല്ലാം അങ്ങ് ഒടുങ്ങി. ഇപ്പം ഞാൻ പിന്നെ ആമയെ പോലെയാണല്ലോ ജീവിക്കുന്നത്. ഇതുപോലെ അങ്ങയെപ്പോലുള്ള ഏതെങ്കിലും മഹത്തുക്കളുടെ അടുത്ത് വന്ന് എന്തെങ്കിലും പറയാൻ വിളിക്കുമ്പം അവിടെ ചെന്നിരുന്ന് പറയും, അബാക്കിലും സ്ഥിരമായി പറയും പോരും. അത് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക്. അല്ല, അത് പലരും എന്നെ വിളിക്കുന്നുണ്ട്, ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. പലരും നമ്പർ വെച്ചു പ്രഭാഷണം ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്, അത് സംശയമൊന്നും വേണ്ട. അങ്ങനെയൊക്കെ ജീവിക്കുന്നു. എന്തായാലും ഭഗവാൻ നമ്മുടെ ഞാൻ അഭിമാനിക്കുന്ന ഞാൻ പിറന്ന നാട്ടിലാണല്ലോ ഭഗവാൻ വന്ന് അവതരിച്ചത്. അതെ, സത്യം. അതുകൊണ്ട് ആ നാടിൻ്റെ പുണ്യം. അല്ല, ആ നാട് കുറെ പുണ്യ നാട് തന്നെയാണ്. കാരണം അതിന് ഉദാഹരണമാണ് കോലിയക്കോടെന്നല്ലേ സ്ഥലം. അല്ല, അവിടെ ഒരു കാഞ്ഞാമ്പാറ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലം കാഞ്ഞാമ്പാറ. അതെ, അത് മാത്രമല്ല അങ്ങയുടെ ആ ഒരു ഏരിയയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതായത് നടന്നു പോകാനുള്ള ഏരിയ ദൂരത്തിലാണ് ശരി ഗുരുദേവൻ ജനിച്ചത്. അതെ അതെ. അതുപോലെ സത്യാനന്ദ സരസ്വതി, പിന്നെ ചെങ്കോട്ടോണം സ്വാമി. അപ്പോൾ ഇവര് എല്ലാം അപ്പോൾ ആ ഒരു ഏരിയക്ക് ആ ഒരു മഹർഷിവര്യന്മാരുടെ ചൈതന്യമുള്ള ആ ഭൂമിക്ക് ഏതോ പ്രത്യേകതയുള്ള. അല്ല, കോലിയക്കോട്, കോലിയെന്ന് പറഞ്ഞ തിപ്പല്ലിയാണല്ലോ സാർ. അതെ, സംസ്കൃതത്തിലെ കോലിയം. ആ കോലിയക്കോട് എന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെയാണ്. സാറ് പറഞ്ഞ പോലെ ആ ഏരിയ മുഴുവൻ കുറേ പുണ്യം ഉള്ളതാണ്. അതുപോലെ ഭഗവാന്റെ ആശ്രമം ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ എത്ര സമാധി ഉണ്ടെന്ന് അറിഞ്ഞൂടാ. അവിടെ ഒരുപാട് അവിടെ സമാധിയാണ് മൊത്തവും. അവിടെ ഇരിക്കുന്ന ഓരോ വിഗ്രഹങ്ങൾ ഇരിക്കുന്ന ഓരോ ക്ഷേത്രങ്ങളും സമാധിയാണ്. അതുകൊണ്ടാണ് സ്വാമി അവിടെ ഒരു വികസന പ്രവർത്തനം നടത്താൻ സമ്മതിച്ചിട്ടില്ല. കള്ളിക്കാടിനെ വികസിപ്പിച്ചു, കള്ളിക്കാട് വേറൊരു ലെവലിലേക്ക് കൊണ്ടു സ്കൂളും കാര്യങ്ങളും എല്ലാം ആക്കി. പക്ഷെ ഇവിടെ ഭഗവാൻ അത് വികസിപ്പിച്ചാൽ അവിടെ മൊത്തം സമാധിയാണ്, ഭഗവാന്റെ മൂലസ്ഥാനം. അതുകൊണ്ട് ആ സമാധികളിൽ അവിടെ തന്നെ ഒരു പാത്രം, അടുക്കളയിൽ പാത്രം വീഴുന്ന ഒച്ച കേട്ടാൽ തന്നെ സ്വാമി പെട്ടെന്ന്
നിൽക്കും എന്ന് വെച്ചാൽ ആ സമാധിസ്ഥരായി ഇരിക്കുന്നവർക്ക് ശല്യം ഉണ്ടാക്കരുത്. കൃഷ്ണൻ ചെട്ടിയാരെ വഴക്ക് പറയുമായിരുന്നു. അതെ തന്നെ, അതെ കൃഷ്ണൻ ചെട്ടിയാരൊക്കെ അവിടുത്തെ നിലവിളക്കും പാത്രം തയ്ക്കുന്നത്. അപ്പോൾ ഈ ഇതുപോലെ ഉള്ള ചെറിയ സൗണ്ട് കേട്ടാൽ പോലും ഭഗവാൻ പെട്ടെന്ന് മാറ്റും. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പാടെന്ന് വെച്ചാൽ ആ അടുക്കളയും ഭാഗവും എല്ലാം അവിടെ നിന്ന് മാറ്റുകയാണ്, പുറത്തേക്ക് മാറ്റുകയാണ്. അവിടെ മൊത്തം ആ സമാധി സ്ഥലം മൊത്തം ഇപ്പം ഞങ്ങൾ സംരക്ഷണാർത്ഥം ട്രസ്റ്റ് തീരുമാനമെടുത്തു. അടുക്കളയെല്ലാം പുറത്താക്കുകയാണ്. അവിടെ പുറത്ത് നമ്മൾ മറ്റേ അന്നദാന മണ്ഡപമൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം മാറ്റിയിട്ട് അവിടെ അങ്ങനെ ഒരു സൈലൻറ്റ് പ്ലേസ് ആയിട്ട് ഭഗവാന്റെ ആ സ്ഥലം മൊത്തം ഭഗവാന്റെ സമാധിയും. അപ്പോൾ ഭഗവാൻ മറ്റ് ക്ഷേത്രങ്ങളുമായിട്ട് ഒരു ബന്ധം ഈ ക്ഷേത്രത്തിന് ഉള്ളത് ഭഗവാൻ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളാണ്. അപ്പോൾ ഭഗവാൻ ഇവരെല്ലാം അവിടെ കാവൽക്കാരാക്കി ഇരുത്തിയിട്ടാണ് ഭഗവാൻ അവസാനം ഇരുന്നത്. അതെ അതെ. അപ്പോൾ ഭഗവാൻ അദ്ദേഹം സമാധി ആവുന്നതിന് എത്രയോ, അതായത് അച്ഛനും കൊടുത്ത വസ്തുവാണ്, അച്ഛനും അമ്മയും കൊടുത്ത വസ്തു. അത് മാത്രമല്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 10-45 വർഷങ്ങൾക്ക് മുമ്പ്, അദ്ദേഹം സമാധി ആവുന്നതിനും 45 വർഷങ്ങൾക്ക് മുമ്പ് സമാധി സ്ഥലം ഉണ്ടാക്കി കുഴിയെടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് അടുത്ത് അച്ഛനും അമ്മയും മുകളിലായിട്ട് താഴെ ഈ അമ്പലങ്ങളോട് ചേർന്ന്, അതായത് ശരിക്കും മൂലഗണപതി, അവിടെ ഗണപതി, അതുപോലെ മുരുകൻ, ദേവി, അതുപോലെ മറ്റു ഉപദേവതകൾ, എല്ലാ ദേവതകളെയും അടുത്തായിട്ട് ഭഗവാനും കുറച്ച് സ്ഥലം കണ്ട് അവിടെ സമാധി സ്ഥലം ഉണ്ടാക്കിയിട്ടിട്ടാണ് അദ്ദേഹം ഇവരെയൊക്കെ പ്രതീക്ഷിച്ചത്. ഇദ്ദേഹത്തിന് ഇരിപ്പിടം ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഇരിപ്പിടം കൊടുത്തു. അപ്പോൾ അവിടുത്തെ ദേവത, അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം, അതും അദ്ദേഹം ഇരിക്കുന്ന എങ്ങോട്ടാണ്, വടക്കോട്ട് തിരിഞ്ഞാണ് സമാധി ഇരുന്നത്. മറ്റ് പല സ്ഥലങ്ങളിലും കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഒക്കെയാണ് വടക്ക് ദേവീ ലോകം, പരാശക്തിയുടെ വടക്കോട്ട് തിരിഞ്ഞാണ് അദ്ദേഹം സമാധി. പ്രപഞ്ചമാതാവ് വടക്കാണല്ലോ, വടക്കാണ്. അപ്പോൾ പ്രപഞ്ച മാതാവിനെ നോക്കിക്കൊണ്ട് മാതാവിനെ ജയിച്ച്, അപ്പോൾ അതാണ് അവിടുത്തെ സമാധിക്കുള്ള പ്രത്യേകത. അദ്ദേഹം എന്നിട്ട് തന്നെ ഭഗവാൻ തന്നെ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇങ്ങനെ സുഖമില്ലാതെയൊക്കെ ഇരുന്ന സമയത്ത് പറഞ്ഞു, പിള്ളേ ഞാൻ സമാധിയാവും, ഞാൻ സമാധിയായി കഴിഞ്ഞാലും പിള്ള ഒരു 12 വർഷം കഴിഞ്ഞ് എൻ്റെ ദേഹം കുത്തിമുറിച്ച് നോക്കി അപ്പോഴും രക്തം എടുക്കും കേട്ടോ പിള്ളേ എൻ്റെ ദേഹത്തു നിന്ന്. അപ്പം ആ ജീവസമാധിയിൽ ഇരിക്കുകയാണ്. സമാധി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇരുന്നുകൊണ്ടുള്ള ദൗത്യം തീർന്നിട്ട് ശരീരത്തിൽ ഇരുന്നുള്ള ദൗത്യം കഴിഞ്ഞപ്പോൾ ആ ശരീരത്തിനെ മറച്ചു വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ ഇപ്പോഴും ഉണ്ട്, ഭഗവാൻ അവിടെ തന്നെ ഉണ്ട്. അദ്ദേഹം ജീവസമാധി യോഗ നിദ്രയിൽ ഇരിക്കുകയാണ്. ആ യോഗ നിദ്രയിൽ അദ്ദേഹം കുടിയുള്ളതാണ്. അപ്പോൾ അത് എല്ലാ പേർക്കും എന്ന് വെച്ചാൽ അവിടെ പോയി ആ സമാധിയിൽ അടുത്ത് പോയി നിന്ന് തൊഴുന്ന എല്ലാവർക്കും അറിയാം ഭഗവാൻ അവിടെ തന്നെ ഉണ്ട്. പണ്ട് ഭഗവാൻ ശരീരത്തിലിരുന്ന സമയത്ത് ശരീരത്തിൻ്റെ അടുത്ത് പോയി ചെന്ന് പോരെന്ന് പറയുമ്പോൾ മാത്രമേ സ്വാമി കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. ശരീരത്തിൽ ഇരിക്കുകയല്ലേ. ഇപ്പോൾ അങ്ങനെയല്ല, എവിടെ ഇരുന്ന് പറഞ്ഞാലും പരബ്രഹ്മത്തിൽ ലയിച്ചു. ഇപ്പോൾ പരബ്രഹ്മത്തിൽ ലയിച്ചു. യാത് മൂലയിലിരുന്ന് ലോകത്തിൻ്റെ യാത് ഭാഗത്തിരുന്ന് ഭഗവാനെ എന്ന് വിളിച്ചാലും മനോവേഗത്തിൽ അവിടെ എത്തും. ഇതിപ്പോൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പം ആശ്രമ അംഗങ്ങളും ഭക്തരും മനസ്സിലാക്കുന്ന വെച്ചാൽ അയ്യോ സ്വാമി സമാധിയായി, ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വലിയ കാര്യം അതല്ലേ അറിയാവൂ, മനസ്സിലായില്ലേ? ഇനി സ്വാമി എന്ന് കിട്ടേണ്ടതെല്ലാം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, ഇനി മറ്റാർക്കും ഒന്നും കിട്ടരുത്. അതുകൊണ്ട് സ്വാമിയെക്കുറിച്ച് നല്ല 2 വാക്ക് പറഞ്ഞാൽ ആരെങ്കിലും കേട്ടിട്ട് ആ ആശ്രമത്തിൽ വന്ന് അവർ രക്ഷപ്പെട്ടു പോയെങ്കിലോ എന്ന് ഇവർക്ക് സഹിക്കുന്നില്ല. മനസ്സിലായില്ലേ? സഹിക്കുന്നില്ല. ദുഷ്ടാത്മാക്കൾ, ദുഷ്ട മനസ്സ്. കാരണം ഭഗവാനെ കൊണ്ട് വർഷങ്ങളോളം വീട്ടിലെ കുടുംബ ദാരിദ്ര്യം മാറ്റി, രോഗായ ദുരിതങ്ങൾ മാറ്റി, കല്യാണം നടക്കാതെ കല്യാണം നടന്നു, എല്ലാം രക്ഷപ്പെട്ടു. അതുകൊണ്ട് മറ്റൊരാൾ രക്ഷപ്പെട്ടു. അവിടെ കാലുകുത്തിയവരെല്ലാം രക്ഷപ്പെട്ടു. എല്ലാവരും ആ പുണ്യാത്മാവിനെ ദർശിച്ചവരെല്ലാം രക്ഷപ്പെട്ടു. പിന്നെ പൂച്ചയുടെ ഇനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. പൂച്ചയ്ക്ക് ഒരു പ്രത്യേകതയുള്ള അറിയാമോ സ്വാമി? പൂച്ച സ്വാമി പറഞ്ഞു തന്നെയാണ്. സ്വാമി പറഞ്ഞു നോക്കാണ് ഞാൻ ഭഗവാന്റെ ഇത് കടമെടുത്ത് തിരിച്ച് പറയുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ തന്നെ അത് ഭഗവാനിൽ നിന്ന് കിട്ടിയ അറിവാണ്, അല്ല എനിക്ക് വേറെ ഒന്നുമില്ല. ഞാൻ വെറും ഒരു ഞാനും ഇല്ലാത്തവൻ എന്നാണ് ഞാൻ പറയണേ. എനിക്കൊരു ഞാനും ഇല്ല. അവിടുന്ന് കിട്ടിയ കൃപ, അവിടുന്ന് കിട്ടിയ അനുഗ്രഹം കൊണ്ട് എന്തോ ഒക്കെ ആയി തീർന്നു, എന്തോ ഒക്കെ ആയി എന്ന് ആളുകൾ പറയണം. അപ്പോൾ അത് എത്തിത്തീർന്നെങ്കിൽ ആ പൊന്നു പമ്പുരാന്റെ അനുഗ്രഹം, അദ്ദേഹം വാരി തന്ന ചോറ് ഒരിക്കൽ ഒരു 2 വർഷത്തോളം കാലയളവ് ഈ സ്വാമി കഴിച്ചിട്ട് ആ പാത്രത്തിൽ നിന്ന് എനിക്ക് തരുമായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ ആ പാത്രത്തിൽ നിന്ന് കഴിക്കണമെന്ന്. കഴിക്കാവുന്ന അറിഞ്ഞൂടാ. ഞാൻ സ്വാമി നിന്നുകൊണ്ട് ജോലി ചെയ്തിട്ട് പെട്ടെന്ന് വന്നിട്ട് ഒരു ഇരുമ്പ് പാത്രമുണ്ട്, അതിലാണ് ഞാൻ തന്നെയാണ് ചോറൊക്കെ വെച്ച് കൊടുക്കുന്നത്. ഇത് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളവർക്കും വിളമ്പി തിന്ന് ചോറില്ല.
പിള്ളയ്ക്കില്ല അല്ലി പിള്ള എന്ന് വെച്ചിട്ട് ഇതിനെ പകുതി കുറച്ച് വാരി കഴിച്ചിട്ട് ബാക്കി എനിക്ക് തരും. ഞാൻ ആ പാത്രത്തിൽ തന്നെ കഴിക്കും. ഈ എച്ചിൽ കഴിച്ച പട്ടിയുടെ ജന്മമാണ് എൻ്റെ. അതിന്റെ ശക്തിയാണ് എൻ്റെ. അത് അമൃതമല്ലേ? ആ അമൃത് കഴിച്ചതിന്റെ ശക്തിയാണ് എൻ്റെ. അതുകൊണ്ട് ഒരു യോഗവും ഇല്ലാത്ത എന്നെ ഞാൻ എന്തെങ്കിലും ആയെങ്കിൽ ആ പൊന്നുതമ്പുരാന്റെ അനുഗ്രഹം. ആ അപ്പൊ ഈ പൂച്ചയിലെ കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ രസം. പൂച്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പൂച്ച ഈ മീനൊക്കെ കട്ട് ചെയ്യുന്ന സ്ഥലത്ത് എന്നിരിക്കും. ഇരിക്കുമ്പോൾ ഈ സ്ത്രീകളൊക്കെ മീനൊക്കെ കട്ട് ചെയ്തിട്ട് വാലൊക്കെ എടുത്ത് അതിന്റെ വേസ്റ്റ് ഇട്ടിടും. ബാക്കിയെല്ലാം ചട്ടിയിലിടും. അപ്പൊ പൂച്ച അവിടെ ഇരുന്ന് കരയും. എന്താണ് പൂച്ച കരയെന്നറിയാമോ? എല്ലാവരും പോയി മിയാവുന്നു. മിയാവുന്നല്ല, ഇങ്ങേയാവൂ, ഇങ്ങേയാവൂ, എല്ലാം ഇങ്ങ് വരട്ട്, എനിക്ക് മാത്രമേ കിട്ടാവൂ, വേറെ ഓക്കും ഒന്നും കിട്ടരുത്, എല്ലാം എനിക്ക് കിട്ടണം. ഈ ചിന്താഗതിയോടുകൂടി നിന്നവരാണ്. അവർക്ക് എന്തെന്ന് വെച്ചാൽ അവർക്ക് കിട്ടാനുള്ള എല്ലാം കിട്ടി. അതുകൊണ്ട് ഇങ്ങേയാവൂ, ഒന്നും വേറെ ആളിന് പോകരുത്. ഒരു ഭക്തൻ അവിടെ വന്ന് തൊഴുത് എല്ലാം എനിക്ക് വേണം. അപ്പൊ ഈ പൂച്ച കരയണം. അങ്ങനെയെന്നാണ് സ്വാമി പറഞ്ഞു തന്നത്. ഇതൊക്കെ കട്ട് ചെയ്ത് തരുമ്പം പൂച്ച കരയണത്, എന്നെ മാത്രം നീ സ്നേഹിച്ചോളണം, എന്നെ മാത്രം എനിക്കെല്ലാം തരണം, എനിക്കേ എല്ലാം ആവാവൂ, വേറെ ആർക്കും ഒന്നും ആവരുത്. അപ്പൊ ഇന്നത്തെ ആളെന്നല്ല, ആശ്രമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നല്ലൊരു ശതമാനം ഭക്തര് വളരെ കുറവാണ്. ഭക്തര് ഇപ്പോഴും ഭക്തരിയാണ്. കാരണം ഭക്തർക്ക് ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മളെ ആശ്രമത്തില് സ്വാമി സമാധിസ്ഥനായി ശരിക്കും ജീവസമാധിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം കുറച്ച് ഭക്തന്മാര് കുറച്ചുകൂടി ആക്റ്റീവായിട്ടുണ്ട്. ഇനി ഈ ആശ്രമത്തെ നോക്കേണ്ട, നമുക്ക് വേണ്ടി ജീവിച്ച ഭഗവാനാണ്, ഇനി ഈ ആശ്രമത്തെ നോക്കേണ്ട നമ്മളാണ് എന്നുള്ള ചിന്താഗതിയിൽ ഉണർന്ന് പ്രവർത്തിച്ച കുറെ പേരുണ്ട്. എനിക്ക് നല്ലപോലെ അറിയാം. ഒന്നുമില്ല തന്നെ നമ്മൾ ഈ ചാനൽ ഒക്കെ തുടങ്ങിയ സമയത്ത് ഓടി വന്ന് ഞാൻ ഈ ചാനലിൽ ഭഗവാനെ കുറിച്ച് പറയാം എന്ന് പറഞ്ഞ് വലിയ പിടിച്ച് ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് പറഞ്ഞ് എത്രയോ പേരുണ്ട്. മറ്റ് പലരും അയ്യോ ഞാൻ വരില്ല, സ്വാമിയെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇതൊന്നും അങ്ങനെ വെളിയിൽ പറയാൻ പാടില്ല, എനിക്ക് മാത്രമേ ആവാവൂ, എനിക്ക് മാത്രമേ ഇത് കിട്ടാവൂ, ഇത് വെളിയിൽ പറഞ്ഞു പോയാൽ ആരെങ്കിലും ഭക്തന്മാർ കേട്ടിട്ട് വന്ന് നന്നായിട്ട് പോയാലോ, അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ, ഒരാൾ കൂടി നന്നായാ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ മോൻ അടുത്ത തലമുറ, അല്ലാതെ വേറെ മൂന്നാമത് വെളിയിൽ നിന്ന് ഒരുത്തം അവളെ രക്ഷപ്പെടാൻ. ഒരു ശ്ലോകമുണ്ട് സാർ, മുഖം പത്മദളാകാരം വാചാ ചന്ദന സൗരഭ്യം ഹൃദയം ഭഗ്നിസന്തപ്തം ത്രിവിധം ദുഷ്ടലക്ഷണം. സംശയം തോന്നുന്നു. ഹൃദയം കാട് പോലെയാണ്, അഗ്നി പോലെയാണ്, ജ്വലിച്ചുകൊണ്ടിരിക്കും. 100% സാത്വിക ചിന്തയില്ല. സാറ് പറഞ്ഞ വളരെ ശരിയാ. അങ്ങനെ തന്നെ ആളുകൾ, അതല്ലേ ഹിന്ദു സമൂഹത്തിൽ രക്ഷയില്ലാത്ത കാര്യമില്ല. ആചാര്യന്മാരും അങ്ങനെയാണ്. നമ്മുടെ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ക്ഷേത്രങ്ങളെല്ലാം തകർക്കുന്നതിൻ്റെ, വിദേശികൾ തകർക്കുന്നതിൻ്റെ പിന്നിലും നമ്മുടെ സഹോദരങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. 100%. ഇല്ലാതെ ചെയ്യാൻ പറ്റൂലല്ലോ. ഇല്ലാതെ ചെയ്യാൻ പറ്റൂല. ദുഷ്ടതയാണ് ഇവരൊക്കെ. ചെയ്യാൻ പറ്റൂല. ഭഗവാനെ ഇപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നതൊന്നും പറയണ്ടല്ലോ. ഒന്നും പറയണ്ട. ഭഗവാന്റെ സന്നിധിയിൽ നമ്മളതൊന്നും പറയണ്ട. അതാണ് പറഞ്ഞാൽ നമ്മൾ മലന്ന് കിടന്ന് തുപ്പം പോലെയാണ്. ഇവനെയൊക്കെ നാട് കടത്തണമെന്ന്. പിന്നെ എന്ന് വെച്ചാൽ നമ്മളാളാണ് നമുക്കെതിരെ ചെയ്തിട്ടുള്ളത്. അതെല്ലാം വേറൊരു വെളിയിൽ നിന്ന് ഇപ്പൊ ഒരാളില്ല. നമ്മളെ മലന്ന് കിടന്ന് തുപ്പും പോലെയാണ്. അത് തന്നെ നമ്മളെ മോത്തി തന്നെ വന്ന് വീഴാണ് നമ്മളെ തുപ്പല്. അപ്പോൾ അത് നമ്മൾ പറയണ ഓരോന്നും നമുക്ക് അടിയായിട്ട് വരെയാണ്. കാരണം നമുക്ക് വേദനാജനകമാണ്. നമ്മളെ സഹോദരങ്ങൾ നമുക്കെതിരെ ചെയ്തിരിക്കുകയാണ്. നമ്മളെ സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ചെയ്യും. വെളിയിൽ ആരുമല്ല. വെളിയിൽ കുറ്റം പറയാൻ നമുക്ക് ആരെ കുറ്റം പറയാൻ? അവരൊക്കെ ഓരോരുത്തരെ കണ്ട് നമ്മൾ പഠിക്കണം. ചതിയന്മാര് അവരെ കണ്ട് നമ്മൾ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല നമ്മളെ കണ്ട് നമുക്ക് പഠിക്കാനൊന്നുമില്ല. ഇവനൊക്കെ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് വല്ല ധാരണ ഉണ്ടാ? ഒന്നുമില്ല. മൂന്ന് ദിവസത്തെ ഇവനൊക്കെ ടൂ ലെഗ്ഡ് അനിമൽസ് ആണ്, ഇരുകാലം മൃഗങ്ങൾ. അത്രേ ഉള്ളൂ. മൃഗങ്ങൾ മാനുഷികമായ ഒരു ഗുണവുമില്ല. ഭഗവാൻ ഓരോ വ്യക്തികൾ എന്ന് പറയണ്ട. കാരണം ചിലപ്പോൾ അവരൊക്കെ ചട്ടുകങ്ങളായിരിക്കാം. ചിലപ്പോൾ അവരൊക്കെ ഞാൻ ഇപ്പം പറയണ ചട്ടുകങ്ങളായിരിക്കാം. ഈ ഓരോരുത്തർക്ക് മോഹങ്ങളുണ്ടല്ലോ. ഓരോന്നിനും മോഹമുണ്ട്. അത് അധികാരത്തിനുള്ള മോഹം. അധികാരമോഹം വരുമ്പോ പോലെ കാശുണ്ട്, അധികാരമോഹം. എന്തിനു ഇതൊക്കെ ചെയ്യുന്നു? അല്ല, അധികാരം 10-18 തലമുറ യവന്മാരെ നശിച്ചു പോകും. 100%. ഇതൊക്കെ ഭഗവാൻ. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ഈ ചാനലിൽ നിന്ന് പറയണമെങ്കിൽ പോലും
അയ്യപ്പൻ ശരിക്ക് ധർമ്മശാസ്താവ് എന്നെ ആദ്യമായിട്ട് ശബരിമല കൊണ്ടുപോയത് സ്വാമിയാണ്. എൻ്റെ 9ാമത്തെ വയസ്സിൽ 9 വയസ്സിൽ എന്നെ കൊണ്ടുപോയി ഉരുള് നേർച്ച നേർന്നു. അമ്മ നേർന്നത് അവസാനം നടപ്പാക്കിയ ഭഗവാൻ. അങ്ങനെ ഭഗവാൻ എന്നെ ശബരിമല കൊണ്ടുപോയി ഉരുള് നേർച്ച അവിടെ ഉരുട്ടാൻ കൊണ്ടുപോകുന്ന സമയത്ത് അവിടുത്തെ അന്നത്തെ മേൽശാന്തി ഭഗവാന്റെ കൂടെ തന്ത്ര വിദ്യാപീഠത്തിൽ പഠിച്ച ആള്, തന്ത്രവിദ്യ പഠിച്ച ആളാണ് സ്വാമി. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. ഇദ്ദേഹം ഓടി വന്നിട്ട് ഇദ്ദേഹത്തിനെ കണ്ടിട്ടോ, അയ്യോ എന്നാ എന്ത് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ എന്നെ പിള്ളേരെ കൊണ്ടുവന്ന് ഉരുട്ടണം. അങ്ങനെ പറയുമ്പോൾ ശ്രീകോവിലിന്റെ ചുറ്റും മാത്രം ഉരുട്ടി. അത് ആരും മേൽശാന്തി കൊണ്ട് വന്ന് നിന്ന് ഉരുട്ടി, അല്ലാതെ അവിടെ ഉള്ളിൽ കളിച്ചു. അപ്പോൾ ഭഗവാനും മേൽശാന്തി കൊണ്ട് വന്ന് നിന്ന് ഉരുട്ടി. എനിക്ക് ഈ ഉരുളെന്ന മാത്രം ആദ്യം തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ ഓർമ്മയില്ല. 3 വട്ടം ഉരുണ്ടു, ബോധം പോയി. ഉരുണ്ട ഭഗവാന്റെ അടുത്ത് ഉരുണ്ട് അവസാനം നോക്കിയപ്പോൾ അകത്ത് കുറെ ഭസ്മൊക്കെ ഇട്ട് കുറെ വെള്ളമൊക്കെ തളിച്ച് അവിടുന്ന് ഭഗവാന്റെ നടയിൽ അവിടെ കൊണ്ടുവന്ന് ഉരുട്ടി. അപ്പോൾ അവിടെ ഭഗവാന്റെ കൊച്ചു പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ധർമ്മം, അദ്ദേഹത്തിൻ്റെ കർമ്മം പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം സന്യസിക്കാൻ പോയതാണ്. അവിടെ അദ്ദേഹം ശരിക്കും യോഗനിദ്രയിൽ ഇരിക്കുകയാണ് അയ്യപ്പസ്വാമി. അദ്ദേഹത്തിന് അവിടെ സ്വർണത്തിന്റെ ആവശ്യമില്ല, അദ്ദേഹത്തിന്റെ അവിടെ ഒന്നിന്റെ ആവശ്യമില്ല. അദ്ദേഹം ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. അദ്ദേഹത്തിന് ഇതല്ല ശ്രദ്ധ. അദ്ദേഹം ലോകരക്ഷാർത്ഥം, ലോക ജനങ്ങൾക്ക് നന്മ വരാനും വിപത്തുകൾ വരാതിരിക്കാനും സർവ്വജനങ്ങളെ സംരക്ഷണാർത്ഥം കാത്ത് സർവ്വരക്ഷകനായിട്ട് അവിടെ ഇരിക്കുകയാണ്. അല്ലാതെ അവിടെ കൊണ്ടുവന്ന് സ്വർണം വെച്ചത് അദ്ദേഹം ചോദിച്ചിട്ടല്ല, അദ്ദേഹം കൊണ്ടുവരാൻ പറഞ്ഞ് വെച്ചതല്ല. അദ്ദേഹത്തിന് സ്വർണവും വേണ്ട, അദ്ദേഹത്തിന് വെള്ളിയും വേണ്ട, ഒന്നും വേണ്ട. പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിന്റെ വകയാണ്, പ്രപഞ്ചനാഥനാണ്. അദ്ദേഹത്തിന് എന്തിന് ഈ മറ്റേ പിന്നെ ഒരു നമ്മളെ വീട്ടിലൊരു സാധനം വാങ്ങിച്ചു വെച്ചാൽ, നമ്മളൊരു വീട് വെച്ചു, വീടിൻ്റെ വാസ്തു പുരുഷനെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. വീട് വെച്ചത് നമ്മൾ, വീട്ടിനകത്ത് മുറികൾ തിരിച്ചത് നമ്മളാണ് പ്ലാൻ വരച്ച് കൊണ്ടുവച്ചത്. ഓരോ സ്ഥലം കൊണ്ടുവന്ന് കട്ടിൽ തിരിച്ചിട്ടത് നമ്മൾ. എന്നിട്ട് വാസ്തുദേവനെ ചീത്ത വിളിച്ചിട്ട് കാര്യമുണ്ടാവും. അപ്പോൾ അയ്യോ ഇവിടെ വാസ്തുദോഷം, ഈ വീട് വെച്ചതും ജനൽ വെച്ചതും കാവൽ വെച്ചതൊന്നും വാസ്തുദേവൻ വന്ന് വെച്ചതല്ല, നമ്മൾ വെച്ചിട്ട് വാസ്തു പുരുഷനെ ചീത്ത വിളിക്കുന്നു. ഇത് വാസ്തുവിൻ്റെ ലക്ഷണം, വാസ്തു നോക്കുന്ന ആളുകൾ വന്ന് പറയും പോലെ ആണ് ശബരിമല കൊണ്ടുവച്ചിട്ട് ഇതെല്ലാം കൊണ്ടുവച്ചത്. കൊണ്ടുവച്ച് സൂക്ഷിക്കാനായിട്ട് ഒരു സംഘടനയുണ്ട്, അതായത് ദേവസ്വം ബോർഡെന്ന് പറഞ്ഞാൽ ഒരു സംരക്ഷണം, ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കാനും ക്ഷേത്ര സ്വത്ത് സംരക്ഷിക്കാനുമായിട്ട് വെച്ചത്. അത് കള്ളം കപ്പലിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അയ്യപ്പനെ ചിലപ്പം പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഇത് എടുത്തോണ്ട് പോയത്. അവിടെ ചിലപ്പം ഈ അല്ലാത്ത സമയത്ത് പൂജ ചെയ്തിട്ടായിരിക്കും, അയ്യപ്പനെ പൂജ ചെയ്തിട്ട് ഭഗവാനെ ഞാൻ ഇത് എടുത്തോണ്ട് പോവേണ്ട, ഭഗവാൻ ഇതൊന്നും വേണ്ടല്ലോ, എൻ്റെ കൂടെ നിൽക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇത് എടുത്തോണ്ട് പോയത്. അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ ഇങ്ങനെയും ആയിരിക്കാം എടുത്തോണ്ട് പോകുന്നത്. ഈ എടുത്തോണ്ട് പോയതും പൂജാരിയുടെ ഒരു പൂജാരിയുടെ നേതൃത്വത്തിലാണ് മോടിച്ചോണ്ട് പോയിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. ഇവരല്ല എടുത്തോണ്ട് പോയിരിക്കുന്നത്. അതിന് ഒരു പൂജാരിയെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ പൂജാരിക്ക് പറഞ്ഞിരിക്കുന്നത് പൂജ ചെയ്യാനാണ്. അപ്പോൾ ഭഗവാന് പൂജ ചെയ്തിട്ടായിരിക്കും ഇതും കൊണ്ടുപോയെന്നാണ് ഞാൻ പറയുന്നത്. അത് പോറ്റയായാലും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇത് സംരക്ഷിക്കേണ്ടവർ മോഷ്ടാക്കളായി മാറുകയാണ്. ആരാണോ രക്ഷിക്കേണ്ടത് ശിക്ഷകരായി മാറുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ അവിടെ ഇതൊന്നും വേണ്ട, ഇതൊന്നും അല്ല സാർ. ഇതിലേക്ക് ഇറങ്ങി അങ്ങോട്ട് ചെന്നാൽ, ഇപ്പോൾ ചാനലിലൂടെ പറയണമല്ലോ, ഇറങ്ങി ചെന്നാൽ ഭഗവാന്റെ ശബരിമല അയ്യപ്പൻ്റെ മാത്രമല്ല, സർവ്വ ദൈവങ്ങളെ സാധനങ്ങളും പല രാജ്യങ്ങളിലും പല സ്ഥലത്തും എത്തിയിട്ടുണ്ടാവും. അതിലേക്ക് ഒരു സ്പഷ്ടമായ അന്വേഷണം നടക്കൂല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രക്ഷകര് ശിക്ഷകരായിരിക്കുകയാണ്. അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി ഇവരെ രക്ഷിക്കാനേ നോക്കുള്ളൂ. അപ്പോൾ എങ്കിൽ അവരും ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഇതെന്ത് ചെയ്യാൻ പോകുന്നത് പാതി വഴിയിൽ വെച്ച് തീർന്നു പോകും. ഇത് പ്രപഞ്ച സത്യമാണ് ഞാനീ പറയണേ. ഇത് നടക്കൂല, പൂർണ്ണമാവൂല. ഇത് ഒരു രാജ്യം തിരിച്ച് എല്ലാം പോകും. കാരണം ഇതിലേക്ക് ഇറങ്ങി ചെന്നാൽ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെന്ന് പറയുന്ന എല്ലാവർക്കും ഏതെങ്കിലും രീതിയിൽ പങ്ക് കാണും, ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. അതിപ്പം അധികാരവും ബാക്കിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ചിലവരെ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നുള്ളതിലുപരി ചെന്ന് എന്നപ്പോൾ ഈ അപ്പക്കഷ്ണത്തിൽ കൈയിട്ട് വരാത്ത ശർക്കര കൊടുത്ത് കൈയിടാത്തത് നക്കാത്തതുമായിട്ട് ചിലപ്പോൾ ആരും കാണില്ല. അത് ഉറപ്പാണ്. ഇത് ചെന്ന് എന്ന് വരുമ്പോൾ ഒരുത്തർ കാണില്ല. അതുകൊണ്ടാണ് ഇതിനെ തേച്ച് മാഞ്ഞു പോകാനും വലിയ ചെറിയ പൊട്ടാസ് കത്തിക്കുന്ന, അല്ലാതെ ബോംബ് കൈയിരുന്നിട്ടും ബോംബ് ഒന്നും ആരും പൊട്ടിക്കാതെ ചെറിയ പൊട്ടാസ് കത്തിച്ച് പുകയുണ്ടാകും. ചിന്താലയം ഭഗവാനെ പോലുള്ള അവതാരങ്ങൾ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അവസ്ഥ. കേരളം വിറ്റനെ
സാർ ഇതില് ഇപ്പോഴും വില കുറെയൊക്കെ വിറ്റോണ്ടിരിക്കുകയാണ് 100% ഭരണാധികാരികൾ. കേരളം എന്ന് പറയുമ്പോൾ നമ്മള് ദൈവത്തിന്റെ സ്വന്തം നാട്, അതായത് ഭാരതത്തിന്റെ ശരിക്ക് ഭാരതത്തിന്റെ പാദമാണ് കേരളം. പിന്നെ തീർച്ചയായിട്ടും പാദമാണ് നമ്മൾ ഒരിക്കലും. പുരുഷന്മാർ പിന്നെ നമ്മൾ എപ്പോഴും പാതാരബിന്ദങ്ങളിലാണ് നമിക്കുന്നത്, ആരെയും തലയിൽ തൊട്ട് തൊഴാറില്ല. നമ്മളൊരു സന്യാസിയെ കാണുമ്പം ഓടിച്ചെന്ന് സ്വാമിയുടെ തലയിൽ തൊട്ട് തൊഴാറില്ല, നമ്മൾ പാദത്തിൽ തൊട്ടാണ്. അപ്പോൾ ഭാരതത്തിന്റെ പാദമാണ് കേരളം, അത്ര പുണ്യഭൂമിയാണ് കേരളം. പക്ഷേ അതുകൊണ്ടാണ് ഇവിടെ ബുദ്ധി ശക്തിയും അറിവും കൂടുതൽ. ഈ അറിവിനെ അവർ അറിവായിട്ട് മാറ്റിയെടുത്ത് പ്രവർത്തിക്കുകയാണ്, അസുരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ അറിവിനെ അവർ നല്ല രീതിയിലല്ല പ്രയോഗിക്കുന്നത്. ഇപ്പം രാവണന്റെ അത്ര അറിവുള്ള ഒരാള് പുരാണങ്ങളിൽ ഓരോരുത്തരും ജീവിച്ചിരുന്നില്ല. സർവകലാവല്ലഭൻ ഇത്രയും അറിവുള്ള 10 ആളുടെ ബുദ്ധി, ഇത്രയും ഒരു സയന്റിസ്റ്റ് ജീവിച്ചിരുന്നിട്ടില്ല. ലോകത്ത് ആദ്യമായിട്ട് വിമാനം കണ്ടുപിടിച്ചവൻ, വിമാനം കണ്ടുപിടിച്ചവനാണ്. അത് പറഞ്ഞ പിന്നീട് കണ്ടുപിടിച്ചതൊന്നുമല്ല, ആദ്യമായിട്ട് വിമാനം കണ്ടുപിടിച്ചവൻ. അപ്പോൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത ഒരാളാണ് രാവണൻ. ആ രാവണന്റെ ബുദ്ധി അദ്ദേഹം നല്ല കാര്യത്തിന് എടുക്കാതെ ആ ബുദ്ധി ദുഷ്ട കാര്യങ്ങൾക്ക് എടുത്തതാണ് അദ്ദേഹത്തിന്റെ നാശത്തിന് കാരണമായി. അതുപോലെയായി ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ. ബുദ്ധിയുണ്ട് എല്ലാവർക്കും. ഞാൻ ഈ 49 ലോകരാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഈ 49 ലോകരാജ്യങ്ങളിൽ പോയെടുത്ത് ഒന്നും മലയാളി ഇല്ലാത്ത ഒരു രാജ്യം ഞാൻ കണ്ടിട്ടില്ല. ഒരു മലയാളി എവിടെയെങ്കിലും മലയാളി കാണും. അത് മാത്രമല്ല, മലയാളി യാതെങ്കിലും നല്ല സ്ഥാനങ്ങളിലാണ് ഇരിക്കുന്നത്. അല്ലാതെ അവൻ കൂലിപ്പണിക്കാരൻ തൊട്ടുണ്ട്, എങ്കിലും നല്ല ഉയർന്ന പോസ്റ്റുകൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ മലയാളി കാണും. കാരണം എന്തുകൊണ്ടാണ്? അത്ര ബുദ്ധിമാന്മാരാണ്. ചെറിയ ഒരു ജോലി കയറിയ പോലും അവൻ ആ ജോലിയിൽ ഇരിക്കത്തില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കെട്ടൊന്ന് കയറിപ്പോ നമ്മൾ അത് വേറെ ഒന്നും വേണ്ട. ഏറ്റവും വലിയ ചെറിയ പണി തന്നെയാണ് ഈ നമ്മളെ മേശപ്പണിയുടെ കൈയാളായിട്ട് പോണേ. ഈ ചിലപ്പം ബംഗാളി, മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ തമിഴന്മാർ ഇവരൊക്കെ പണിക്ക് വന്ന് ഇത് ചെയ്താൽ ഇവർ ഈ എന്നും കൂലിപ്പണിക്കാരനായിട്ട് തന്നെ കിടക്കും. മലയാളി അങ്ങനെയല്ല. കയ്യാളായിട്ട് പോയാൽ 5-6 ദിവസം ചട്ടി ചമുക്കും. അത് കഴിഞ്ഞ ഉടനെ തന്നെ യവൻ്റെ നിന്ന് മാറി അപ്പുറത്ത് അര മേസ്തിരിയായിട്ട് പോകും. പിന്നെ യവൻ നിൽക്കും. ഒരു 2 വർഷത്തിനകത്ത് അവൻ മെയിൻ മേസ്തിരിയാവും മലയാളിയാണെങ്കിൽ. അപ്പൊ മലയാളി അത് എവിടെ പോയാൽ അവന്റെ ബുദ്ധി അതാണ്. അവൻ ഇവിടുത്തെ കാര്യം മനസ്സിലാക്കി ദൈവങ്ങൾ ഒരുപാട് ബുദ്ധി കൊടുത്തതാണ്. ഞാൻ പറയണത് ഇവിടെ അതിബുദ്ധി കൊടുത്തപ്പോ ഈ ബുദ്ധി ഭഗവാൻ കൊടുത്തത് ഭഗവാനെതിരെ പ്രയോഗിക്കുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞ നിരീശ്വരവാദികളുള്ളത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികൾ ഒന്നുമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ യുക്തിവാദികളും നിരീശ്വരവാദികളും വലിയ സയന്റിസ്റ്റും എല്ലാം ഉള്ളത് കേരളത്തിലാണ്. അപ്പോൾ ഇത് ഭഗവാൻ കൊടുത്ത ബുദ്ധി. ഇത് അവന് നേരും നിലയും തിരിച്ചറിയണമെന്നൊരു സാധനം വേണമെങ്കിൽ ഈശ്വരാംശം അകത്ത് പ്രവർത്തിക്കാതെ പറ്റില്ല. അപ്പോൾ ഇത് പ്രവർത്തിക്കാതെ, ഇത് തന്നെയാണ് സാക്ഷാൽ ചിന്താലേശൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്ത്, ഭഗവാന്റെ പുണ്യഭൂമിയിൽ, ഭഗവാന്റെ ദൃഷ്ടിയിൽ പതിഞ്ഞിട്ടുള്ള ഒരാളിനും ആത്മജ്ഞാനം കിട്ടി. അവൻ പോലും അറിയാതെ അവനിൽ ജന്മജന്മാന്തരങ്ങളായി നിന്ന് കെട്ട് പൊട്ടിപ്പോവുകയാണ്. പിന്നെ യവന് അങ്ങോട്ട് പിന്നെ ഉയർച്ചയാണ്. ഈ ഉയർച്ച വരുമ്പോൾ യവൻ ഭഗവാനെ മറക്കാൻ തുടങ്ങും. പിന്നെ ഭഗവാന്റെ ആശ്രമത്തെ മറക്കാൻ തുടങ്ങും, ആ സംസ്കാരത്തെ മറക്കാൻ തുടങ്ങും, ഹിന്ദുത്വത്തെ മറക്കാൻ തുടങ്ങും. ഭഗവാൻ അവിടെ മതങ്ങളെ നമ്മളെ കള്ളിക്കാട് ആശ്രമം, അധ്യാത്മ ചിന്താലയ ആശ്രമം ഉദ്ഘാടനം അന്ന് ചെയ്തു. അന്ന് ഞങ്ങൾ ആശ്രമം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ 41 വർഷമായി. ആ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അന്ന് ഉദ്ഘാടനത്തിന് പല സന്യാസി വര്യന്മാരെ വിളിക്കണം എന്നൊക്കെ അവിടെ പറഞ്ഞു. അപ്പോൾ അന്ന് മാർഗരിയോസ് തിരുമേനി ആശ്രമത്തിൽ സ്വാമിയെ കാണാൻ വരും. മാർഗരിയോറിയസ് തിരുമേനി അദ്ദേഹത്തെ സ്വാമിയെ കാണാൻ വരും. അപ്പോൾ സ്വാമി ഒരു ദിവസം വന്ന് അവിടെ നിന്ന് ഇങ്ങനെ എല്ലാ ഇതൊക്കെ വിളക്ക് എത്തിക്കണം, ഉദ്ഘാടനം ചെയ്യുന്നത്. അത് പറഞ്ഞ് മറ്റേ വരലില്ലേ നമ്മളെ ക്രിസ്ത്യാനി, അദ്ദേഹത്തിനെ കൊണ്ട് വിളക്കെത്തിക്കാൻ പറഞ്ഞു. അന്ന് അന്ന് മാർഗരിയോസ് തിരുമേനി അദ്ദേഹം ആണ് ഒരു മനുഷ്യത്വമുള്ള ആള്, ഒരു ശരിക്ക് നിറവുള്ള, മതത്തിന്റെ പേര് പറയല്ല. അന്ന് ഒരുപാട് താടി വളർത്തിയന്മാര് ഒക്കെ അവിടെ ആശ്രമത്തിൽ വരാറുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹത്തിനെ കൊണ്ട് വിളക്കെത്തിച്ചു. അദ്ദേഹത്തിനെ കൊണ്ട് അവിടുത്തെ കെടാവിളക്ക്, ഇന്നും അണയാത്ത വിളക്ക് കത്തിച്ചിരിക്കുന്നത് തിരുമേനിയാണ്. അദ്ദേഹം കത്തിച്ച വിളക്കാണ് ഇന്നും കെടാവിളക്കായിട്ടാണ് ആശ്രമത്തിൽ ഇന്നും സൂക്ഷിക്കുന്നത്. ഇന്ന് വരെ വിളക്ക് 41 വർഷമായിട്ട് അണഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അന്ന് സന്യാസി വര്യന്മാരെല്ലാം ഉണ്ടായിരുന്നു. അധ്യക്ഷനായിട്ട്
അന്ന് അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ വേണ്ടി നമ്മൾ അന്ന് വിളിച്ചത്. ഉദ്ഘാടകനായിട്ട് ഇദ്ദേഹം വിളക്ക് എത്തിച്ചു. ഉദ്ഘാടനമായിട്ട് വന്നത് പാളയം ഇമാമായിരുന്നു, അബ്ദുൽ ഗഫാർ മൗലവി. അന്നത്തെ എനിക്ക് അദ്ദേഹത്തിനെ കൊണ്ട് നല്ല പണ്ഡിതനാണ്, ഹിന്ദു പുരാണങ്ങളെല്ലാം. അപ്പോൾ അദ്ദേഹം ഭഗവാൻ അന്ന് ചെയ്തത് ഇതാണ്. കാരണം അദ്ദേഹം നോക്കിയപ്പോൾ അന്ന് അവിടെ അദ്ദേഹത്തിനേക്കാൾ വലിയ സന്യാസി വരികയില്ല. അദ്ദേഹം തന്നെ പലപ്പോഴും പറയും, പിള്ളേ എന്നെ പോലെ ഒരാൾ ഇന്ന് ഭൂമിയിലില്ല, ഇനി അടുത്ത സമയത്തൊന്ന് വരാനും പോകണം എന്ന് കണ്ട് അദ്ദേഹം ആ ജ്ഞാനദൃഷ്ടി കൊണ്ട് ലോകം മുഴുവനും ഒറ്റ ദൃഷ്ടിയിൽ കണ്ട് എവിടെയൊക്കെ ആരൊക്കെ ഇരിക്കുന്നു എന്ന് കണ്ട ആളാണ് സാക്ഷാൽ ഈശ്വരൻ. ഒരാൾ ചെല്ലുമ്പോൾ തന്നെ അവൻ്റെ മുൻ ജന്മങ്ങൾ തൊട്ട് ഇനി വരാൻ പോണ ജന്മങ്ങൾ വരെ ഒരേപോലെ കണ്ട ആളാണ് സാക്ഷാൽ ഈശ്വരൻ. എൻ്റെ കൂടെ ഇപ്പം സ്വാമി അല്ല എൻ്റെ ഗുരുസ്ഥാനികനായിട്ട് കാണുന്ന ആളാണ് അങ്ങേ. അപ്പോൾ എന്നിട്ട് ഞാൻ പറയാണ്, ഞാൻ ഒരിക്കൽ ശരിക്കും പറഞ്ഞാൽ ചാനലെല്ലാവരുടെയും പറയാത്ത ഒരു രഹസ്യമാണ്. ഞാൻ ശരിക്ക് സ്വാമി സുഖമില്ലാതെ നിൽക്കുന്ന സമയത്ത് അതിന് കുറേ മുമ്പായിട്ട് ഞാൻ ആശ്രമത്തിൽ പോയി. അപ്പോൾ എൻ്റെ മോളുണ്ട്, മോളും മോനും വൈഫും ഞങ്ങൾ കുടുംബസമേതം പോവും. ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരെയും ശനിയാഴ്ച എല്ലാവരുമായിട്ട് പോകും. അന്ന് എനിക്ക് അവധിയാണ്, ഞാൻ ജ്യോതിശാലയം അന്ന് അവധിയാണ്. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം അവിടെ കൊണ്ടുപോകും. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്ത് പിള്ളേ എന്ന്, ശനിയാഴ്ച ജ്യോതിശാലയല്ലേ? ഞാൻ പറഞ്ഞ് ശനിയാഴ്ച ആയതുകൊണ്ട്. ശനി ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജ്യോതിഷം പിള്ളേ? ശനി ഇല്ലെങ്കിൽ ജ്യോതിഷം ഉണ്ടാ? ജ്യോതിഷം എന്ന് പറയുന്നത് തന്നെ ശനിയാണ്. ശനിയെ വെച്ചാണ് ജ്യോതിഷന്മാർ ജീവിക്കുന്നത് തന്നെ. പേടിപ്പിച്ച് തമാശക്ക് പറഞ്ഞെങ്കിൽ ഞാൻ പിന്നെ ഇനി വെളിയിറങ്ങിയിട്ട് ചിന്തിച്ചപ്പോൾ സംഭവം ശരിയാണ്. അത് ശനി ഇല്ലെങ്കിൽ ശനിയാഴ്ച ആയതുകൊണ്ട് ജ്യോതിഷം, ഞാൻ പറഞ്ഞു ശനിയാഴ്ച ആയതുകൊണ്ട് എന്ന് പറയുന്നില്ല എന്ന് ഞാൻ സ്വാമിയോട് പോയി പറഞ്ഞു. സ്വാമി ചിരിച്ചിട്ട് പറഞ്ഞു, ശനി ഇല്ലെങ്കിൽ പിന്നെ എന്ത് പിള്ളേ ജ്യോതിഷം? ശനിയാണ് ജ്യോതിഷത്തിന്, ശനിയെ വെച്ചല്ലേ ഈ ജ്യോതിഷന്മാരെല്ലാം ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് തിരിച്ച് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് ആലോചിച്ചുകൊണ്ട് നിന്നപ്പോൾ, കാർ ഓടിച്ചുകൊണ്ട് നിന്നപ്പോൾ ഭഗവാൻ പറഞ്ഞ് ശരിയാണ്, ഏഴര ശനി, കണ്ട ശനി, ശനിദശ, ഇങ്ങനെ നമ്മൾ ശനിയെ വെച്ചാണ് നിങ്ങൾക്ക് ഏഴര ശനി വരെയാണ്, നിങ്ങൾ പേടിക്കണം, അപകടവും പ്രശ്നവും അതിനുള്ള പരിഹാരങ്ങളൊക്കെ പറയുന്നത് കൂടുതലും ജ്യോതിഷന്മാർ ശനിയെ വെച്ചാണ്. അപ്പോൾ ആ ശനി ആണ് ഞാൻ വേണ്ടെന്ന് വെച്ചാൽ ശനി. അപ്പോൾ ശനിയാണ് എല്ലാം, ജ്യോതിഷത്തിന്റെ എല്ലാം എന്ന് പറഞ്ഞ ശനിദേവനെ പോലെ ക്ഷിപ്രപ്രസാദി ക്ഷിപ്രകോപിയായിട്ട് ആരുമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നെ സൂര്യപുത്രൻ മാത്രമോ ഛായാദേവിക്ക് പറഞ്ഞാണ്. പിന്നെ ഛായാദേവിക്ക് പറഞ്ഞു. ശിവന്റെ പ്രത്യേക വരദാനം കിട്ടിയവനാണ് വക്രദൃഷ്ടി. വക്രദൃഷ്ടി അദ്ദേഹത്തിന് മാത്രമേ ശിവൻ കൊടുത്തതാണ്. അത് ആരെ നോക്കിയാലും അവൻ കത്തിപ്പോവും. അത്ര പവറുള്ള ഒരു ഗ്രഹമാണ്. പിന്നെ ഇത്രയും എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ഇപ്പം ഏകദേശം 5 ലക്ഷത്തോളം പേരെ കൺസൾട്ട് ചെയ്തു. ഈ ഇത്രയും പേരെ നോക്കിയ എക്സ്പീരിയൻസിൽ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരാളിന് ഗുണം ചെയ്തിട്ടുള്ള ആളെന്ന് ചോദിച്ചാൽ ശനീശ്വരനാണ്. തീർച്ചയായിട്ടും എന്റെ അനുഭവത്തിൽ ആരെങ്കിലും ഉയർത്തേണ്ട രീതിയിൽ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് ശനീശ്വരൻ തന്നെയാണ്. ശനി ഉയർത്തിയാൽ മാത്രമേ ആ ഒരു ഉയരുള്ളൂ. ബാക്കിയുള്ളതെല്ലാം തരുമെങ്കിലും കാല് വലിച്ചു കളയും, കാല് വാരി കളയും. പിന്നീട് മറ്റൊരു ശനി തന്നതാണ്. കാരുണ്യവാൻ തന്നെയാണ്. കാരണം ഇത്രയും, കാരണം എനിക്ക് കഴിഞ്ഞ 19 വർഷം ശനിയായിരുന്നു. ഞാൻ സ്വാമിയുടെ അതെ അനുജമ നക്ഷത്രത്തിൽ ജനിച്ചതാണ്. അപ്പോൾ ശനി ദേവനില, ആ ശനിയിലാണ് എനിക്ക് എന്തൊക്കെ എനിക്ക് ഗിന്നസ് വന്നത്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് വന്നത്, ഞാൻ ഈ ലോകരാജ്യങ്ങളിൽ മൊത്തം പോയത്, അമേരിക്കയിൽ നിന്ന് വരെ എനിക്ക് അവാർഡ് കിട്ടി, റഷ്യൻ പാർലമെന്റ് എന്നെ ആദരിച്ചത്, ഇതെല്ലാം എന്നെ ശനിയിലാണ്. അപ്പോൾ ശനി മോശമാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശനിയെ പോലെ ഒരു സ്നേഹസ്വരൂപനും അഭ്യാസം കാണിച്ചാൽ തിരിച്ച് അഭ്യാസം തരും, വേലത്തരം കാണിച്ചാൽ തിരിച്ച് കൊട്ടും തരും. അമ്മയെ പോലെയാണ്. പിടിച്ച് അടിക്കും, പക്ഷെ അടിച്ചാലും ശനിയെ സ്നേഹിച്ച് നിൽക്കുന്നവരെ അടിച്ചാലും തലക്കടിക്കൊന്നുമില്ല, ചണ്ടിയിലൊക്കെ അടിയേരേ ഉള്ളൂ. അപ്പൊ ചെറിയ ചെറിയ നമുക്ക് പണി തന്ന് നമ്മളെ തിരുത്താൻ വേണ്ടിയിട്ട് അഹങ്കരിക്കാൻ വിടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അഹങ്കാരം അതല്ല അമ്മയെ പോലെ, അമ്മയുടെ അടുത്ത് തിരിച്ച് തർക്കുത്തരം പറഞ്ഞ എന്ത് ചെയ്യും? അതുപോലെ തന്നെ നമുക്ക് ചെറിയ അമ്മയെ പോലെ സംരക്ഷിക്കുന്നതാണ് ശനി. അപ്പോൾ ശനി അത്ര വലിയവനാണ്. അപ്പോൾ ഈ ഭഗവാന്റെ അവിടെ ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഭഗവാൻ സൂര്യോദയം തൊട്ട് അസ്തമയം വരെ അധ്വാനിക്കും. നമ്മളെയൊക്കെ പഠിപ്പിച്ചത് അധ്വാനമാണ്. ഒരു യോഗാസന യോഗി എന്ന് പറയും പോലെ കർമ്മയോഗി ആയിരിക്കണം. ഒരു യോഗി ആവണമെങ്കിൽ അവൻ കർമ്മയോഗി ആയിരിക്കണം. അവൻ കർമ്മം ചെയ്യണം. തീർച്ചയായും. അല്ലാതെ
ഒരു അലസന്മാർക്ക് പറ്റിയതല്ല. അലസന്മാർക്ക് പറ്റിയതല്ല. കർമ്മയോഗി ആയാൽ മാത്രമേ അവന് മുക്തി ഉണ്ടാവുള്ളൂ. പിള്ള അതുകൊണ്ട് കർമ്മം ചെയ്യണം. എത്രത്തോളം ഒരു ദിവസം നമുക്ക് അധ്വാനിക്കാൻ പറ്റുമോ, നമുക്ക് എത്രത്തോളം ഒരു ദിവസം ജോലി ചെയ്യാൻ പറ്റുമോ, അത് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് നമ്മളെ കർമ്മം പൂർത്തിയാക്കാനാണ്. കർമ്മം പൂർത്തിയാക്കിയിട്ട് തിരിച്ചു പോകണം. എന്തായാലും തിരിച്ചു പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കും, നിനക്ക് ഇത്ര വയസ്സ് വരെ നിനക്ക് ആയുസ് തന്നു, നീ അവിടെ ചെന്ന് എന്തൊക്കെ ചെയ്തു? അതെ അതെ. അത് ഞാൻ അവിടെ ചെന്ന് മറ്റേ മക്കളെ ഉണ്ടാക്കി, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, ഇത് എല്ലാ പട്ടിയും ചെയ്യണേ. ഇത് എല്ലാ പട്ടിയും മക്കളെ ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് ദിവസം പട്ടി പാൽ കൊടുക്കുന്നുണ്ട്, എല്ലാം കഴിയുമ്പോൾ ആ പട്ടിയെ ഓടിച്ചു വിടുന്നുണ്ട്. ഇത് ചെയ്യാൻ എല്ലാവർക്കും പറ്റും, എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്നതാണ്. അതല്ലാതെ മനുഷ്യനായിട്ട് നീ വന്നിട്ട് നീ എന്തൊക്കെ ചെയ്തു? ഒന്നും ചെയ്തില്ല. ഇത് ചോദിക്കാതെ വിടൂല. ഇത് മനസ്സിലായി കൊണ്ടുവന്നാൽ എന്തായാലും ഒരു ചോദ്യ ഉത്തരവുണ്ട്. ഈ ചെയ്തതിനനുസരിച്ച് തന്നെയാണ് ചോദിക്കും. അതിന് ഒരു സംശയമില്ല. ഇത് ചോദിച്ചിട്ട് അങ്ങോട്ട് പ്രൊമോഷൻ കൊടുക്കണോ പ്രൊമോഷൻ കൊടുക്കണോ എന്ന് തീരുമാനിച്ച് തിരിച്ചു വന്നേ പറ്റുള്ളൂ. ചിത്രഗുപ്തന്റെ അക്കൗണ്ട് ബുക്കിൽ എഴുതപ്പെട്ടു. അപ്പൊ ഇത് എഴുതപ്പെടുമ്പോ നമ്മൾ ചെയ്ത നന്മ തിന്മകൾ എഴുതപ്പെടും. ഇത് രണ്ടും കൂടി അവര് വെച്ച് നോക്കും. തീർച്ചയായും തിന്മ വരാതെ നന്മ വരില്ലല്ലോ. തിന്മയെ 90% കാണുള്ളൂ. അപ്പൊ നന്മയും തിന്മയും ഉള്ളതിൽ രണ്ടും കൂടി നോക്കും. രണ്ടും കൂടി നോക്കിയിട്ടാണ് ഇങ്ങോട്ട് അവർ പറഞ്ഞു വിടുന്നത്. അപ്പം ഭഗവാൻ ചെയ്യുന്ന പറഞ്ഞാൽ ഭഗവാൻ സൂര്യ ഉദയം തൊട്ട് അസ്തമയം വരെ അധ്വാനിച്ചിട്ടാണ്. അന്ന് ഒരു 30ഓളം പേർക്കാണ് സ്വാമി ഒരു ദിവസം ആഹാരം കൊടുക്കണേ, ഒരാൾ ജോലി ചെയ്തിട്ട്. എന്നിട്ട് സ്വന്തമായിട്ട് കഴിക്കൂല. മെലിഞ്ഞതാ ഇരിക്കുന്ന ഓരോ രൂപങ്ങൾ കണ്ട ഭഗവാന്റെ രൂപങ്ങളാണ് സാറേ ഈ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന പടങ്ങള്. ഞാൻ ഈ പഴയ തൊട്ട് ഉള്ള പടങ്ങളെല്ലാം ഈ ശേഖരിച്ച് വെച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്ന, ഞാൻ ഈ രൂപത്തിലെല്ലാം ഭഗവാനെ കണ്ടതാണ് ഇതിനേക്കാൾ മുമ്പേ. ആദ്യം ഭഗവാന് ഇതൊന്നുമില്ല, താടിയൊന്നുമില്ല. അമ്മ മരിച്ചതിന് ശേഷമാണ് ആദ്യമായിട്ട് മുടി വളർത്തി ജട വന്നത്. അതുവരെ മറ്റേ ക്ലീൻ ആയിട്ട് ചിലപ്പോൾ തല മൊത്തം മുട്ടയടിക്കും, ക്ലിയർ ഷേവ് ചെയ്ത് ഇരിക്കും. ഞാൻ ചിലപ്പോൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ സ്വാമിക്ക് മുടി തിരിച്ചു വരുമ്പോൾ മൊത്തം മുട്ടയടിച്ചിട്ട് മിണ്ടാതെ ഒരു സൈഡിലിരിക്കും എന്നെ പറ്റിക്കാൻ വേണ്ടി. ഞാൻ വന്നിട്ട് സ്വാമി അവിടേക്ക് അന്വേഷിച്ച് നടക്കും. ഞാൻ സ്വാമി മുടി നടിയെ കൊണ്ടൊരു മൊത്തം മുട്ടയടിച്ചിട്ടിരിക്കുമ്പോൾ അറിയാനും പറ്റില്ല. മനസ്സിലായില്ല. അങ്ങനെ അത് എൻ്റെ 5 വയസ്സിലൊക്കെ 6 വയസ്സിലൊക്കെ. അപ്പോൾ അത്ര മുടി വെട്ടിക്കുക. അപ്പോൾ ഭഗവാൻ അതുകൊണ്ട് പറയുന്നത് വെച്ചാൽ ഞങ്ങളെയൊക്കെ മുടി വെട്ടിക്കുക. സ്വാമി അവിടെ ആളിനെ വരുത്തിയാണ് മുടി വെട്ടിക്കണേ. മുടി കാലിലെ വല്ല പറ്റ വല്ല വെട്ടിച്ച് പട്ടാളം വെട്ടൊക്കെ വെട്ടിച്ച് അത് നമ്മളെ വിട്ടുകൊണ്ട് പോലെയാണല്ലോ.